ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാകും. അവധിയായതുകൊണ്ട് സമയം കൂടുതലുണ്ടായതും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇരുന്ന് ബീട്രൂട്ട് എടുത്ത് അരച്ച് നല്ല പിങ്ക് പുട്ടങ്ങ് ഉണ്ടാക്കി മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പാവയ്ക്ക് നിൽക്കുന്ന കണ്ടു. പാവയ്ക്ക് മഴയായതുകൊണ്ട് പെട്ടെന്ന് പന്നലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതാക്കാൻ കറി എന്ന് കരുതി രാവിലെ ചായയും കാപ്പിയും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് പിന്നെ ഒരു 3 മണിയാവാതെ ചോറോ ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ അമ്മമ്മ നട്ടിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക്, പാൽമുളകൊക്കെ പിച്ചാതെ ഫുള്ള് പഴുത്തുപോയി. ഏറെക്കുറെ എല്ലാം പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് പന്നലാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതെല്ലാം ഞാൻ പിച്ച് ചെയ്ത്. എന്തിനാ പിച്ചുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ മുളകിന് ഇതിടാലോ എന്ന് കരുതിയിട്ട് ഞാനെല്ലാം പിച്ചി കൊണ്ടത് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചു. അടുത്ത് നമ്മുടെ പാവയ്ക്ക പറിക്കാൻ പോവുകയാണ്. പാവയ്ക്ക ഞാൻ സ്റ്റൂളിട്ട് കറി പറിക്കണമെന്ന് വിചാരിച്ച പിന്നെ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ചാടിപ്പിച്ചാൻ പറ്റി. അതിൻ്റെ കൂടെ ഉറുമ്പിൻ്റെ നല്ല കടിയും കിട്ടും. നമുക്കിവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അതുകൊണ്ട് വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ചാള മേടിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം എന്തോരം ഫ്രഷ് ആണെന്ന്. അത് തൊട്ടാ പൊടിഞ്ഞു പോകുന്ന പോലെ ഇരുന്നുകൊണ്ട് വൃത്തിയാക്കി എടുക്കാൻ നല്ല പാട് വിട്ടു. പച്ചമീൻ കിട്ടിയിട്ട് ഒത്തിരി നാളെ ഹാർബറെല്ലാം പൂട്ടിയിരുന്നായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉണക്കമീൻ കൊണ്ടുള്ള കളികളായിരുന്നു ഇത്രയും നാൾ. അങ്ങനെ ഇന്നാണ് പച്ചമീൻ കിട്ടും. മനുഷ്യനേക്കായി പൂച്ചയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വീടായിരുന്നു കേട്ടോ ഇത്. ഇപ്പം പിന്നെ വലിയ പ്രയോറിറ്റി ഒന്നുമില്ല, കാരണം ഞാനാണല്ലോ ഭരണം. പിന്നെ എൻ്റെ അമ്മ ഉള്ളപ്പോഴായിരുന്നെങ്കിൽ മെയിനായിട്ട് ഇവിടെ പാല് മേടിക്കുന്നതും മീൻകറി തേങ്ങ അരച്ച് വെക്കുന്നതും എല്ലാം ഈ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. തേങ്ങ അരച്ച് വെച്ച് മീൻകറിയെ പൂച്ചയ്ക്ക് കൂട്ടു, അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഡെയിലി തേങ്ങ അരച്ച മീൻകറിയൊക്കെ ആയിരുന്നു. അമ്മൂമ്മയും എല്ലാവരെയും കാണാൻ വഴക്കൊക്കെ പറയുമെങ്കിലും എല്ലാവരും പോയി കഴിയുമ്പോൾ പൂച്ച എടുത്ത് വെച്ച് മടിയിലൊക്കെ കിടന്നത് കാണാം. മീൻ വൃത്തിയാക്കിയപ്പോൾ കുറച്ച് പനഞ്ഞിലും കൂടെ കിട്ടി. മീനിൻ്റെ മുട്ട ഞങ്ങളിവിടെ പനഞ്ഞിലെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പോയി സോപ്പൊടി ഇട്ട് വെക്കാൻ തുണികളെന്ന് വിചാരിച്ചത്. നമുക്കൊന്നും കുതിർന്നിരിക്കുമല്ലോ, പിന്നെ ഒന്ന് കഴിയാൻ മതിയല്ലോ. അങ്ങനെ തുണിയൊക്കെ മുക്കി വെച്ചിട്ട് നേരെ ഒന്ന് തേങ്ങ എടുത്ത് പൊട്ടിച്ചു. തേങ്ങ ചെരുവി സെറ്റാക്കിയപ്പോഴാണ് എനിക്കൊരു ഡൗട്ട്. കേടാവാറായ മീനല്ലേ, അപ്പോൾ പുളിമുളക് ഇട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോഴേ അമ്മയെ ചോദിച്ചു. അമ്മയും പറഞ്ഞു അത് തന്നെയാണ് ബെസ്റ്റ്. അങ്ങനെ പ്ലാൻ മാറ്റിയപ്പോൾ ഇഞ്ചി എന്തിനു മേടിക്കണം, ഞങ്ങളുടെ പറമ്പിലുണ്ടല്ലോ. അങ്ങനെ ഇഞ്ചി മാന്തി എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ചക്ക നിൽക്കുന്നത് കണ്ടത്. ചക്ക ഉണ്ട്, ചക്ക എനിക്ക് ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കുന്നത് നല്ല മെനക്കേടാ. പിന്നെ അതിൻ്റെ തോടും ഒക്കെ എടുത്ത് കളയുന്നത് അതിനേക്കാൾ മെനക്കേടാ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ചു. അങ്ങനെ നമ്മൾ മീൻകറി വെക്കാനായിട്ട് തുടങ്ങി. മീൻകറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. നല്ല വൻ ഫ്ലോപ്പായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എണ്ണ കുറച്ച് കൂടിപ്പോയി. അതെൻ്റെ ചേച്ചിമാരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ. ഇവിടെ പിന്നെ പൂച്ചയ്ക്കും സെപ്പറേറ്റ് ഫുഡ് വെക്കും കേട്ടോ. തല മാത്രമായിട്ട് പൂച്ചയ്ക്കും കറി വെച്ചു. അടുത്തത് നമ്മുടെ പാവയ്ക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിലും നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് മെഴുക്കുവരട്ടി പോലെ ചെയ്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. കയ്പും കുറവാണ്, ട്രൈ നോക്കിയാൽ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനവും ഫ്രൈ ചെയ്തെടുത്തു. മീൻകറി റെഡി, നമ്മുടെ പാവയ്ക്ക അടുപ്പിക്കറി. അടുത്തത് എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ കുഞ്ഞനും എൻ്റെ കൂടെ വന്നു. ഇതാണ് എൻ്റെ കുഞ്ഞൻ. അങ്ങനെ അരമണിക്കൂർ നീണ്ട ഇടവേള ശേഷം തുണികളെല്ലാം കഴുകിയിട്ട് ചായയും ഇട്ട് കുടിച്ചു. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ.